എവ്രിവൺ. ഓക്കെ, എനിക്ക് ബേസിക്കലി സ്റ്റേജിൽ കയറി സംസാരിക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും, നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് സാറിനോട് ചോദിക്കായിരുന്നു ഞാൻ എന്താ പറയേണ്ടത്, എനിക്കൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തരുമോ, നിങ്ങളോട് എന്താ ഇപ്പം മിണ്ടുക എന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ജേണി പറഞ്ഞാൽ മതി, ദാറ്റ് ഇസ് ഇറ്റ്, ഞാൻ ചെയ്ത മണ്ടത്തരങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സോ അത് തന്നെ പറയാം, ബിക്കോസ് ഇതൊരു പ്രിലിം സെഷൻ കൂടെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ 4th അറ്റംപ്റ്റിലാണ് പ്രിലിംസ് ഫസ്റ്റ് ടൈം പാസ്സാകുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ഒരു 3 അറ്റംപ്റ്റിലും ഞാൻ കുറേ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ മണ്ടത്തരങ്ങൾ കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിരിക്കണം 4th അറ്റംപ്റ്റിൽ കിട്ടിയെന്ന് തോന്നുന്നത്. സോ അപ്പോൾ ആ ഒരു ജേണി ഞാൻ പറയാം. ഇഫ് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്, അത്രേ ഉള്ളൂ. സോ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ വാട്ട് ഹാപ്പൻ വാസ്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയ ടൈമായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നതിൻ്റെ ഒരു എനർജി ഉണ്ടാവും. ആ എനർജിയിൽ ഞാനിങ്ങനെ ചില്ല് ചെയ്ത് നടക്കുമായിരുന്നു. ഐ വാസ് വെരി യങ്. ഞാൻ വിചാരിച്ചു കുഞ്ഞല്ലേ, എൻ്റെ കൂടെ വന്നവരൊക്കെ വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെയാണ്. സോ നമുക്ക് നോക്കാം, പതുക്കെ പഠിച്ച് ഒരു അറ്റംപ്റ്റ് കൊടുത്ത് ഒരു അറ്റംപ്റ്റിൽ ഫുൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് സീരിയസ് ആയിട്ട് നമുക്ക് അടുത്ത അറ്റംപ്റ്റ് കൊടുക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷേ ദ തിങ് ഈസ്, നമുക്ക് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കാണുന്ന ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു എനർജി, അതൊന്നും നമുക്ക് പിന്നത്തെ ഒരു അറ്റംപ്റ്റിലും കാണില്ല. സോ ആ എനർജി നമ്മൾ മാക്സിമം ആ അറ്റംപ്റ്റിൽ തന്നെ യൂസ് ചെയ്യണം. സോ ഈ ഐഡിയ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം അതൊന്ന് മാറ്റി വയ്ക്കുക. ബിക്കോസ് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ആ സമയത്ത് വൈ ഡിഡ് ഐ വേസ്റ്റ്, എൻ്റെ ഒരു 6 months ഞാൻ വെറുതെ കളഞ്ഞിട്ടുണ്ട്. ദോ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ കുറേ ഫാക്ടേഴ്സ് എനിക്ക് ഇത്തവണ ഫേവറബിളായി വന്നതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ സമയത്ത് ഐ ഡിഡ് നോട്ട് ഡൂ എന്നുള്ളത് ഓഫ് കോഴ്സ് എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. സോ അങ്ങനെ ഉള്ള തോട്ട്സ് ആക്ച്വലി ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചേക്കുക. ദെൻ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും കോവിഡാണ്. സോ കോവിഡ് സമയത്ത് എനിക്ക് ഏതാണ്ട് ബിന്ദു പണിക്കർ, CID മൂസയിലെ ബിന്ദു പണിക്കറുടെ ഇഫക്റ്റ് ആയിരുന്നു. അയ്യോ എൻ്റെ പ്രിലിംസ്, അയ്യോ എൻ്റെ മെയിൻസ്, ഈ സാധനം നമുക്ക് ഒത്തിരി സമയമുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ നാട്ടിലുള്ള എല്ലാ ടെസ്റ്റ് സീരീസും എടുത്തു. എന്നിട്ട് കുറേ കറണ്ട് അഫയേഴ്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും വായിച്ചു. ലൈക്ക് ലിറ്ററലി ദൃഷ്ടിയൊക്കെ നമ്മൾ ലാസ്റ്റ് പോയി വായിക്കുന്ന കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസാണ്. അപ്പം ദൃഷ്ടിയുടെ വരെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ജനറലി എപ്പോഴും വിഷൻ, ബാജിറാം, IAS ബാബ ഇതൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് ജനറലി പോകുന്നതാണ്. അപ്പം ഒരു പണിയില്ലാതിരുന്ന കുറേ സമയം ഉണ്ടായിരുന്നത് കൊണ്ട് വാട്ട് ഐ ഡിഡ് വാസ്, ഇതെല്ലാം ഞാൻ ചുമ്മാ വായിച്ചായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഞാൻ ചെയ്ത മണ്ടത്തരം വാസ്, ഞാൻ വായിച്ചു ബട്ട് ഐ ഡിഡ് നോട്ട് റിവൈസ്. ഐ ഡിഡ് നോട്ട് നോ എനിക്ക് എന്താണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് കുറേ മെറ്റീരിയൽസ് ഉണ്ട്, ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പാസ്സാവും, ഇതായിരുന്നു എൻ്റെ ലൈൻ. അപ്പോഴത്തേനും ആ അറ്റംപ്റ്റിൽ വാട്ട് ഹാപ്പൻ വാസ്, അതായിരുന്നു എൻ്റെ സീരിയസ് അറ്റംപ്റ്റ് എങ്കിലും ഐ കുഡൻറ്റ് ഈവൻ ഫിനിഷ് ദ പേപ്പർ. ഞാൻ ഹോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു പോലും തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇറങ്ങി വന്നപ്പോഴത്തേനും ഐ വാസ് വെരി സാഡ്, ബിക്കോസ് ഞാൻ ആകെ 70 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഷുവറായിരുന്നു എന്തായാലും പൊട്ടും എന്നുള്ളത്. സോ ദാറ്റ് ഐ ഡിഡ് ഇൻ ദ സെക്കൻഡ് അറ്റംപ്റ്റ്. തേർഡ് അറ്റംപ്റ്റിലോട്ട് വന്നപ്പോൾ ഇനി എല്ലാ കറണ്ട് അഫയേഴ്സും വായിക്കുന്ന പരിപാടിയില്ല. ഐ സ്റ്റോപ്പ് റീഡിങ് ഇറ്റ്. എന്നിട്ട് ഒരെണ്ണം വായിച്ചു, 2 വായിച്ചു എന്ന് തോന്നുന്നു. വിഷനും വേറെ ഏതോ ഒന്നും കൂടെ വായിച്ചു. എന്നിട്ട് ഐ മെയ്ഡ് നോട്ട്സ്, ക്വസ്റ്റ്യൻസ് ചെയ്തു, നോട്ട് വായിച്ചു, എല്ലാം ചെയ്തു. അഗെയിൻ തേർഡ് അറ്റംപ്റ്റിൽ വാട്ട് ഹാപ്പൻഡ് വാസ്, ഞാൻ എക്സാം ഐ ലോസ്റ്റ് ബൈ സ്മോൾ മാർജിൻ ഉള്ളി, പക്ഷേ ആ എക്സാമും പൊട്ടി. അത് കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് റീചെക്കിങ്, എവിടേക്കാണ് എൻ്റെ മിസ്റ്റേക്സ് വന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. ഞാൻ അത്രയും നാളും ഫോക്കസ് കൊടുത്തിരുന്നത് എൻ്റെ കറണ്ട് അഫയേഴ്സിലായിരുന്നു. ലൈക്ക് കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ എല്ലാം ആയില്ലോ എന്നുള്ളൊരു ലൈനായിരുന്നു. ദെൻ ഐ സ്റ്റാർട്ടഡ് റീചെക്കിങ്. ഓരോ പോയിൻ്റായിട്ട് തിരിച്ച് ചിന്തിച്ചു തുടങ്ങി. അതിൽ ഫസ്റ്റ് വൺ വാസ് സ്റ്റാറ്റിക്. ഞാൻ എൻ്റെ സ്റ്റാറ്റിക് ഒരു വട്ടം പോലും റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാറ്റിക് നമ്മുടെ സാധനമല്ലേ, ഞാൻ 1 year എടുത്ത് പഠിച്ച സാധനമല്ലേ സ്റ്റാറ്റിക് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്, വിച്ച് ക്ലിയർലി ഡിഡ് നോട്ട് ഹെൽപ്പ്. കാരണം എൻ്റെ തേർഡ് അറ്റംപ്റ്റിൽ ഞാൻ തെറ്റിച്ച ക്വസ്റ്റ്യൻസ് കൂടുതലും സ്റ്റാറ്റിക്കിൽ നിന്നുള്ളതാണ്. സ്റ്റാറ്റിക്കിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇറ്റ് ഈസ് എ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്. അത് തെറ്റിക്കാനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടാവാൻ പാടില്ല, ബിക്കോസ് അത് എല്ലാവരും ശരിയാക്കും. ഞാൻ തേർഡ് അറ്റംപ്റ്റിൽ എൻ്റെ ഫസ്റ്റ് പൊളിറ്റി ക്വസ്റ്റ്യൻ തെറ്റിച്ചു. അത് എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് അറ്റംപ്റ്റർ പോലും ശരിയാക്കുമായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതൊരു ലോ ഹാങ്ങിങ് ഫ്രൂട്ടാണ്, അത് തെറ്റിക്കാനുള്ളൊരു റൈറ്റ് നമുക്കില്ല. സോ ആ ക്വസ്റ്റ്യൻസ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. സോ അവിടെ നിന്ന് തുടങ്ങി. ഫ്രം ദെയർ സ്റ്റാറ്റിക് ഞാൻ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ 4th അറ്റംപ്റ്റിൽ ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. സോ ആ ചേഞ്ച് ഐ മെയ്ഡ്. ഐ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ സ്റ്റാറ്റിക് പോർഷൻ. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോഴത്തേന് കുറേ കാര്യങ്ങൾ വീണ്ടും ആഡ് ചെയ്ത്
കുറേ നോട്ട് ഉണ്ടാക്കാനല്ല ശ്രമിച്ചത്. എൻ്റെ നോട്ട് റിവൈസ് ചെയ്ത് ആ സ്റ്റാറ്റിക്കിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ ശ്രമിച്ചു, അല്ലാതെ കൂടുതൽ ഫാക്ട്സ് പഠിക്കാനല്ല ശ്രമിച്ചത്. ദെൻ സെക്കൻഡ് തിങ് ഇസ് റിഗാർഡിങ് കറണ്ട് അഫയേഴ്സ്. ആ പോയിന്റിൽ, അതായത് 3 years I tried 3 different things. Clearly it did not work. അപ്പോൾ ഐ റീചെക്ഡ് എന്താണ് അവിടെ പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ തിങ് ഇസ്, എന്നെ അറിയുന്നത് എനിക്കാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ റിട്ടൻഷൻ പവർ ഇസ് നോട്ട് ദാറ്റ് ഗുഡ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഫാക്ട്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെനിക്ക് ക്ലിയർലി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. സോ വാട്ട് ഐ ഡിഡ് വാസ്, ഈ ഒത്തിരി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻസിൻ്റെ പുറകെ പോകുന്ന പരിപാടി നിർത്തി. ആൻഡ് ഐ ജസ്റ്റ് റെഡ് ന്യൂസ് പേപ്പർ. ഹിന്ദു മാത്രം വായിച്ചു. ഹിന്ദുവിൽ നമുക്കറിയാത്ത വേർഡ്സൊക്കെ വരുമ്പോഴത്തേനും ചെക്ക് ചെയ്ത് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തി ഞാനായിട്ട് തന്നെ ഒരു നോട്ട് ഉണ്ടാക്കി. എന്നിട്ട് ഐ ജസ്റ്റ് റെഡ് ദാറ്റ്. അതൊരു 3-4 വട്ടം എന്തോ റിവൈസ് ചെയ്തു. ആൻഡ് ദെൻ ഐ വെൻറ്റ്. അതെനിക്ക് വർക്ക് ചെയ്തത് ഇസ് ബിക്കോസ് എനിക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിനെ കുറച്ചും കൂടെ ഫ്രീ മൈൻഡഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റി. ഇല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ഞാൻ വെറുതെ റാൻഡംലി വിഷൻ വായിച്ച് വിടുമ്പോൾ വാട്ട് ഹാപ്പൻഡ് വാസ്, എനിക്ക് പേര് കേട്ടിട്ടുണ്ടാവും. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിലൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ ഈ പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ഞാനിത് അവിടെ ഇരുന്ന് ആലോചിച്ചാൽ എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടില്ല. കാരണം എനിക്ക് അത്ര റിട്ടൻഷൻ പവർ ഇല്ല. ഒരു വട്ടം വായിച്ചു എന്ന് എഴുതി എനിക്കത് ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് വാസ്, ഞാൻ ആ ക്വസ്റ്റ്യനിൽ ലോജിക്കലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് മുമ്പിൽ തന്നെ ഉണ്ടായിരിക്കും. അത് ചെക്ക് ചെയ്യാണ്ട് ഞാൻ എൻ്റെ മെമ്മറിയിൽ നിന്ന് ആ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ നോക്കും. സോ ഒബ്വിയസ്ലി ഇറ്റ് വിൽ എൻഡ് അപ്പ് ബീങ് റോങ്. സോ അതുകൊണ്ട് എനിക്ക് ക്ലിയർലി അത് വർക്ക് ചെയ്തില്ല. സോ ദാറ്റ് ഈസ് വൈ കറണ്ട് അഫയേഴ്സിൽ ഐ ടുക്ക് ദിസ് സ്ട്രാറ്റജി ദറ്റ് ഇത്രയും ആണ് എനിക്ക് പറ്റുന്ന കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറ്റുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി. ബാക്കി ക്വസ്റ്റ്യൻസ് വരുന്നത് ഞാൻ ലോജിക്കലി ചെയ്ത് നോക്കാം, ലോജിക്കലി എലിമിനേറ്റ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാം. ആൻഡ് ഇറ്റ് ഹെൽപ്പ് മീ ബിക്കോസ് എനിക്ക് കുറച്ചും കൂടെ ഫ്രീ മൈൻഡഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഹെഡിങ് കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലോജിക്കലി മനസ്സിലാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെൻറ്റ്സിനോട് കണക്ട് ചെയ്ത് നോക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഹെൽപ്പ് ഫോർ മീ. സോ അതാണ് സെക്കൻഡ് തിങ്. ആൻഡ് തേർഡ് തിങ് ഇസ്, സാർ പറഞ്ഞ പോലെ ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിൾ ആയിരുന്നത് കൊണ്ട് തന്നെ കുറേ എണ്ണത്തിൻ്റെ പുറകെ പോകുമായിരുന്നു. സോ ആസ് ഐ സെഡ്, ഓരോ അക്കാഡമികളും അവരുടെ ബെസ്റ്റ് ഇത് ഇറക്കാൻ നോക്കുമ്പോഴത്തേനും നമ്മൾ എല്ലാത്തിനും ഓക്കെ ഇത് വായിച്ചില്ല, ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ അവരുടേത് നല്ലതാണെന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ഞാൻ അത് വായിച്ചില്ല, ഈ സാധനം വരും. സോ വാട്ട് ഹാപ്പൻഡ് വാസ്, എനിക്ക് വർക്കാവുന്നത് ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഐ ജസ്റ്റ് സ്റ്റിക്ക്ഡ് ഓൺ ടു ഇറ്റ്. അതായത് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ് ആക്ച്വലി യൂസ് ടു ഡിസ്കസ് കറണ്ട് അഫയേഴ്സ് ഒന്നിച്ചിരുന്നിട്ട് ഒരു പെർട്ടിക്കുലർ അക്കാഡമിയുടെ അവരിരുന്ന് വായിക്കുമായിരുന്നു. ബട്ട് ഐ ഡിഡ് നോട്ട് ഗോ ദർ. എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. സോ ബിക്കോസ് എനിക്കത് ഒരു വട്ടം കേട്ടാലും ഓർമ്മ നിൽക്കില്ല. എനിക്കത് ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ഐ ഹാവ് ടു റിവൈസ് ഇറ്റ് ട്രൈസ്. അങ്ങനെയുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. സോ വാട്ട് ഐ ഡിഡ് വാസ്, അവിടെ ഞാൻ നോ പറഞ്ഞു. സോ ഇറ്റ് ഈസ് ലൈക്ക് ചൂസ് യുവർ ബാറ്റിൽസ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് യു ഷുഡ് ബി ചൂസിങ് ഇറ്റ്. ബിക്കോസ് നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ അറിയത്തുള്ളൂ. സോ അത് വെച്ചിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. അവിടെ ഇപ്പോൾ അവിടെ നോ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെല്ലാവരും കറണ്ട് അഫയേഴ്സ് ഒരുമിച്ച് പഠിക്കുന്നുണ്ട്, ആം ഐ ഗോയിങ് ടു മിസ് സംതിങ് ഔട്ട് ദെയർ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവരുത്. നിങ്ങളത് നോ പറയുന്നത് നിങ്ങൾക്കത് വർക്കാവാത്തതുകൊണ്ടാണ്. സോ ആ കോൺഫിഡൻസിൽ വേണം നിൽക്കാനായിട്ട്. യു ഹാവ് ഡൺ വാട്ട് നീഡഡ് ടു ബി ഡൺ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വേണം അടുത്ത എക്സാമിന് പോകാൻ. പിന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് തിങ് ഇസ്, എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഞാനൊരു ചേഞ്ച് വരുത്തിയായിരുന്നു. ഇനിയും കുറേ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അറ്റംപ്റ്റിലൊക്കെ ഉണ്ടായിരുന്നത്. ഫോർത്ത് അറ്റംപ്റ്റ് ആയപ്പോൾ ഐ വാസ് ലൈക്ക് ദിസ് ഈസ് ദ മാക്സിമം ദാറ്റ് ഐ ക്യാൻ ഡു. ഇതിൽ കൂടുതലൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ റിട്ടൻഷൻ പവർ ഇതാണ്, ഇത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, പിന്നെ ലോജിക്കലി കാര്യങ്ങൾ ചെയ്യാം. ഇതിനപ്പുറത്തേക്ക് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇട്ടു, ഇനി ലെറ്റ് ഇറ്റ് ബി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ആൻഡ് അത് സാർ പറയുന്ന ഈ ആൻസൈറ്റീനെ ക്രാക്ക് ചെയ്യാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട്. ബിക്കോസ് ഒബ്വിയസ്ലി നമ്മളിനി എങ്ങനെ പ്ലാൻ ചെയ്താലും എത്ര തന്നെ പ്രിപ്പയർ ചെയ്താലും നമുക്ക് എൻഡ് ഓഫ് ദ ഡേ ആൻഷ്യസ് ആയിരിക്കും. എക്സാമിൻ്റെ തലേന്ന് ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എക്സാമിൻ്റെ തലേന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഗുളിക കഴിച്ച് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു അറ്റംപ്റ്റ് എനിക്കും ഉണ്ടായിരുന്നു. ഒരാഴ്ച മുന്നേ ഈ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങുമോ എന്ന് പ്ലാൻ ചെയ്തിട്ട് എക്സാമിൻ്റെ തലേന്ന് ഗുളിക കഴിക്കുന്ന പരിപാടി ഞാനും ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ അതൊന്നും അല്ല, നമ്മളിടുന്ന എഫേർട്ടിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൻസൈറ്റീനെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, കുറയ്ക്കാൻ പറ്റും. അത് വെച്ചിട്ട് എക്സാം എഴുതാൻ പറ്റും. സോ ഇതൊക്കെയാണ് പ്രിലിംസിൽ മെയിൻലി ഞാൻ ചെയ്തത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി CSAT. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്സ് ആണ്.
ആൻഡ് ഇതിനിടയിലുള്ള കുറച്ച് എക്സാംസൊക്കെ എഴുതി, ലൈക്ക് സ്റ്റേറ്റ് എക്സാംസൊക്കെ എഴുതിയിട്ട് മാത്സ് വരുന്ന എക്സാംസ് 2-3 പാസ്സായി എന്നുള്ള അഹങ്കാരത്തിൽ മാത്സ് പഠിക്കാതിരുന്ന ഒരാളാണ് ഞാൻ. വിജയ്, എനിക്ക് ഭാഗ്യമുണ്ട് എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ മാത്രമാണത്. ബിക്കോസ് എൻ്റെ CSAT മാർക്ക് 69 ഈ അറ്റംപ്റ്റിൽ, ഞാൻ പാസ്സായ അറ്റംപ്റ്റിൽ. സോ ജസ്റ്റ് പാസ്സായിട്ടുള്ള ഒരാളാണ്. അത് ഇറ്റ് ഈസ് ബിക്കോസ് ഞാൻ എൻ്റെ മാത്സ് ബാക്ക്ഗ്രൗണ്ടിനെ അത്രയും ട്രസ്റ്റ് ചെയ്ത് വെറുതെ ഒരു എക്സാം പോലും എഴുതാതെ പോയി എഴുതിയതിൻ്റെയാണ്. എൻ്റെ CSAT എക്സാമിൻ്റെ അന്ന് ബൈ 4:15 ഐ വാസ് പ്രിറ്റി മച്ച് ഷുവർ ഞാൻ പൊട്ടാൻ പോവാണ് CSAT എന്നുള്ളത്. ബിക്കോസ് എനിക്ക് മാത്സ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ദിസ് ഷുഡിൻ ബി ഡൺ. നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് GS പേപ്പർ 1 കൊടുക്കുന്നോ അതിനേക്കാൾ ഐ വുഡ് സേ അതിനേക്കാളും ഇമ്പോർട്ടൻസ് GS 2 സെക്കൻഡ് പേപ്പറിനും കൊടുക്കണം. ബിക്കോസ് CSAT ഇസ് ബിക്കമിങ് ടഫ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്സ് മാത്രം വെച്ച് പാസ്സാവാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത് യു ഷുഡ് ബി പ്രിപ്പയറിങ് ഫോർ മാത്സ് ആസ് വെൽ എസ് കോംപ്രിഹെൻസീവ്. അപ്പോൾ ഇത് രണ്ടും എഫേർട്ട് ഇട്ട് ചെയ്യുക തന്നെ വേണം. ആക്ച്വലി പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ബാസി സാറിനെ കാണാൻ വന്നപ്പോൾ സാറ് ചോദിച്ച കാര്യം അതാണ്. ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? പ്രിലിംസ് പൊട്ടിക്കഴിഞ്ഞാലുള്ള പ്ലാൻസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. മെയിൻ പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്ലാനും എനിക്കുണ്ടായിരുന്നില്ല. സോ വാട്ട് ഐ ഡിഡ് വാസ് ഐ ട്രസ്റ്റഡ് ഹിം. എന്ത് പറഞ്ഞോ ആ ചേഞ്ച് കൊണ്ടുവരാൻ നോക്കി. എങ്ങനെ ടൈം ടേബിൾ ഇട്ട് തന്നോ അതുപോലെ പഠിച്ചു. ദിസ് ഈസ് വാട്ട് ഐ ഡിഡ് ഫോർ ദ മെയിൻസ്. ബിക്കോസ് ഇതിനിടയിൽ ത്രൂ ഔട്ട് ഇപ്പം ഇറ്റ് ഈസ് എ 4-5 ഇയർ ജേർണി ഫോർ മീ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പല ടെസ്റ്റ് സീരീസ് എടുത്തിട്ടുണ്ട്, ഒരു വട്ടമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇറ്റ് വാസ് റസ്റ്റഡ്. എൻ്റെ മലയാളം ഓപ്ഷണൽ അല്ലാതെ എനിക്ക് ഒരു കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. സോ മലയാളം ഓപ്ഷണലിൽ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കാരണം എനിക്കത് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പം എപ്പോൾ പ്രിലിംസ് പൊട്ടിയാലും ഞാൻ മലയാളത്തിന് വേണ്ടി എഫേർട്ട് ഇട്ട് നോട്ട്സ് ഉണ്ടാക്കി അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ GSന് വേണ്ടി ഞാൻ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വാട്ട് ഹാപ്പൻ വാസ് പ്രിലിംസ് കഴിഞ്ഞ് വന്നു, നേരെ ടെസ്റ്റ് സീരീസിന് എൻറോൾ ചെയ്തു. അതനുസരിച്ച് പഠിച്ചു പോവുക ചെയ്തത്. സോ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഐ വുഡ് സേ യു ഷുഡ് ട്രസ്റ്റ് യുവർ മെൻറ്റർ. സാറ് പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനെ മുമ്പോട്ടുള്ള വിഷൻ കംപ്ലീറ്റ്ലി ഒപ്പേക്കായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ ആ ടെസ്റ്റ് സീരീസിനനുസരിച്ച് പഠിച്ചു പോവാണ് ഞാൻ ചെയ്തത് ഫോർ ദ മെയിൻസ്. ആൻഡ് അതല്ലാതെ ഞാൻ എത്തിക്സ് ഒരു ടെസ്റ്റ് സീരീസും കൂടെ എടുത്തു, വിച്ച് ഹെൽപ്ഡ് എക്സ്ട്രാ ആയിട്ട്. എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ എക്സ്ട്രാ എഴുതുന്നതിനനുസരിച്ച് നമ്മുടെ ആൻസേഴ്സ് ഇമ്പ്രൂവ് ആവുന്നൊരു പേപ്പറാണ്. അപ്പോൾ എത്തിക്സിന് വേണ്ടി മാക്സിമം ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രമിച്ചു. ആൻഡ് ഫോർ എസ് എ ഓൾസോ ഞാൻ വീക്കിലി എസ് എഴുതി ബാസി സാറിനെ കാണിക്കുമായിരുന്നു. അപ്പാർട്ട് ഫ്രം ദ എക്സാംസിൻ്റെ ഓൾറെഡി നമുക്ക് ആ ടെസ്റ്റ് സീരീസിൽ എസ്സേസ് എഴുതുന്നുണ്ട്, അതല്ലാതെ എക്സ്ട്രാ ആയിട്ട് എഴുതി കാണിക്കുമായിരുന്നു. പിന്നെ ഈ സെയിം സ്ട്രാറ്റജി ലൈക്ക് റിറ്റൻഷൻ പവർ, എനിക്ക് അത്രയും റിറ്റൻഷൻ പവർ ഇല്ല. അപ്പോൾ ഞാൻ മാക്സിമം പഠിക്കുന്ന ഫാക്റ്റുകൾ, ആ ഒരാഴ്ച പ്രിപ്പയർ ചെയ്ത ഫാക്റ്റുകൾ മാക്സിമം പേപ്പറിൽ കൊണ്ടുവരാൻ നോക്കുമായിരുന്നു, സോ ദാറ്റ് ഐ ക്യാൻ റീറ്റെയിൻ ഇറ്റ്. അപ്പോൾ ഈ സാധനങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് പ്രിപ്പറേഷൻ സമയത്ത് ഉണ്ടാക്കുന്ന കുഞ്ഞു നോട്ടിൽ കുറച്ച് ആഡ് ഓൺ കൊടുത്തിട്ട് അത് കുറേ വട്ടം റിവൈസ് ചെയ്തു, സോ ദാറ്റ് ഐ ക്യാൻ ബ്രിങ് ഇറ്റ് ഓൺ പേപ്പർ.